ഇതിന്റെ ഒരു പ്രധാന കാരണം ഭക്ഷണവുമായി ഈ മരുന്നിനുള്ള ഒരു വ്യത്യാസമാണ്. മരുന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് വയറിൽ നിന്ന് രക്തത്തിലേക്ക് കയറണമെങ്കിൽ വയറ് കാലിയായിരിക്കണം. പാർക്കിൻസൺ ചികിത്സ ചെയ്യുന്നതിന് ഏറ്റവും സാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നാണ് ലിവോഡോപ്പ കാർബിഡോപ്പ എന്ന് പറയുന്ന കോമ്പിനേഷൻ. ഇത് പല പേരിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സിൻഡോപ്പ പ്ലസ്, സെറ്റിഡോമ പ്ലസ്, LCD തുടങ്ങിയ വളരെയധികം പേരുകളിൽ തുടങ്ങിയ മറ്റനവധി പേരുകളിൽ നമുക്ക് ഈ മരുന്ന് ലഭ്യമാണ്. പാർക്കിൻസൺ രോഗമുള്ള മിക്കവാറും എല്ലാവരും തന്നെ ഈ മരുന്ന് ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എടുക്കേണ്ടി വരും. ഈ ലിവോഡോപ്പ കാർബിഡോപ്പ മരുന്ന് എടുക്കുന്ന എല്ലാവർക്കും എല്ലായ്പ്പോഴും അതിന്റെ ഗുണം പൂർണ്ണമായി കിട്ടാറില്ല. ഇതിന്റെ ഒരു പ്രധാന കാരണം ഭക്ഷണവുമായി ഈ മരുന്നിനുള്ള ഒരു വ്യത്യാസമാണ്. അതായത് ഈ ലിവോഡോപ്പ കാർബിഡോപ്പ മരുന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് വയറിൽ നിന്ന് രക്തത്തിലേക്ക് കയറണമെങ്കിൽ വയറ് കാലിയായിരിക്കണം. വയറിൽ പ്രോട്ടീന്റെ അംശം അടങ്ങിയ എന്തെങ്കിലും ഒരു സാധനം വയറിലുണ്ടെങ്കിൽ ഈ മരുന്ന് ശരീരത്തിലേക്ക് കയറില്ല. ശരീരത്തിലേക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ നല്ല ഗുണം കിട്ടുകയുമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പാർക്കിൻസൺ രോഗം ഉണ്ടെങ്കിൽ എവിടുന്നായാലും ലിവോഡോപ്പ കാർബിഡോപ്പ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പ് വെറും വയറ്റിൽ വേണം കഴിക്കാൻ. അങ്ങനെ ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ മരുന്നിന്റെ പൂർണ്ണമായ പ്രയോജനം നിങ്ങൾക്ക് കിട്ടില്ല. ഇത് കൂടാതെ ഇത് രാവിലത്തെ ഒരു ഗുളികയ്ക്ക് മാത്രമല്ല, പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ആ ഗുളിക ഭക്ഷണത്തിന് മുമ്പ് തന്നെ കഴിക്കും. പക്ഷെ പിന്നീടുള്ള ഗുളികകൾ നമ്മൾ പലപ്പോഴും ഭക്ഷണത്തിനോടൊപ്പമോ ഭക്ഷണത്തിന് ശേഷമോ കഴിക്കേണ്ടത്. അങ്ങനെയല്ല, ഈ ലിവോഡോപ്പ കാർബിഡോപ്പ ഗുളിക കഴിക്കുന്നത് ഭക്ഷണത്തിന് 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് 1.5 മണിക്കൂറിന് ശേഷമോ കഴിക്കുക. എങ്കിൽ മാത്രമേ ഈ ഗുളികയുടെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ.